എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലേഷ്യ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മലേഷ്യയിലെ കോലാലംപൂർ സിറ്റിയിലാണുള്ളത്. ഇന്ന് ഞങ്ങൾ സാധാരണ മലേഷ്യ ട്രിപ്പുകളുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ബാട്ടു കേവ്സിലേക്കാണ് പോകാൻ പോണത്. ട്രെയിനിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയും പ്ലാൻ ചെയ്തേക്കുന്നത്. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഈ ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ബേസിക്കായിട്ട് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ പോണ റെയിൽവേ ലൈൻ ഏതാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്തിച്ചേരേണ്ട സ്റ്റേഷൻ ചൂസ് ചെയ്യണം. പിന്നീട് നമ്മൾ എത്ര ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മെഷീനിലേക്ക് ക്യാഷ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴത്തുള്ള സ്പേസിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ടോക്കൺസും അതുപോലെ തന്നെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കിട്ടും. ഈ കാണുന്ന നീല ടോക്കൺസ് യൂസ് ചെയ്താണ് നമ്മൾ മോണോറെയിലേക്ക് എൻട്രിയും എക്സിറ്റും ചെയ്യണത്. നമ്മൾ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ടോക്കൺ ടാപ്പ് ചെയ്തുകൊണ്ട് കയറിയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ അത് ആ മെഷീനിലേക്ക് ഇടണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇന്നും ഞങ്ങൾക്ക് ബാട്ടു കേവ്സിലേക്കുള്ള ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണത് KL സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. KTM കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെയിൽവേ ലൈനിലാണ് നമ്മൾ ബാട്ടു കേവ്സിലേക്ക് പോണത്. ഞങ്ങൾ ബാട്ടു കേവ്സിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എല്ലാം എടുത്ത് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങൾ കയറാൻ പോണ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനാണ് ബാട്ടു കേവ്സ്. ഗൂഗിൾ മാപ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി ബാട്ടു കേവ്സിലേക്കുള്ള അടുത്ത ട്രെയിൻ 10:35 ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ഫ്രീക്വൻസിയിലാണ് രാവിലെ സമയത്ത് ട്രെയിൻ പുറപ്പെടുന്നത്. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എയർപോർട്ട് റൂട്ടിലുള്ള ട്രെയിൻ യാത്ര വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ സാവധാനം പോണ ഒരു ട്രെയിനാണിട്ടത്. ഏകദേശം 1/2 മണിക്കൂറിന് മേലിൽ സമയം എടുത്താണ് ഞങ്ങൾ ബാട്ടു കേവ് സ്റ്റേഷനിലേക്ക് എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 200-300 മീറ്റർ നടക്കാനുണ്ട് ബാട്ടു കേവ്സിലേക്ക്. സാധാരണ ബാട്ടു കേവ്സും അതുപോലെ തന്നെ ജെൻഡിങ് ഐലാൻഡ്സും ടൂറിസ്റ്റുകൾ ഒറ്റ ദിവസത്തെ ഒരു 1 ഡേ ടൂറായിട്ടാണ് എടുക്കാറ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ മലേഷ്യ വന്നു കഴിഞ്ഞപ്പോൾ ജെൻഡിങ് ഐലാൻഡ്സിൽ ഞങ്ങൾ താമസിക്കുകയും ചെയ്തായിരുന്നു. അന്ന് വന്നത് ഇത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ജെൻഡിങ് ഐലാൻഡ്സിൽ വരാത്തതും കൊണ്ട് ഞങ്ങൾ ഇത്തവണ ജെൻഡിങ് ഐലാൻഡ്സ് ഒഴിവാക്കാറുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഇങ്ങോട്ട് എത്തിയ പല ഫോറിനേഴ്സും ഇവിടെ ഹനുമാൻ്റെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഈ ബാട്ടു കേവ്സ് കോംപ്ലക്സിൻ്റെ അകത്ത് കുറച്ച് ഹിന്ദു അമ്പലങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാട്ടു കേവ്സിനോട് അടുക്കും തോറും നമ്മുടെ നാട്ടിലെ ഹിന്ദു അമ്പലങ്ങളുടെ അടുത്തുള്ളൊരു ആംബിയൻസിലേക്കൊക്കെ ഇവിടെ എത്തി തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാട്ടു കേവ്സിലേക്ക് നടക്കണ വഴിയിൽ തന്നെ ഇടത്തെ സൈഡിലായിട്ടൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിനോട് ചേർന്നുള്ള ഓപ്പൺ സ്പേസിൽ പന്തലൊക്കെ ഇട്ടിട്ട് എന്തോ കല്യാണ പരിപാടി നടക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് കിടക്കുന്ന അലങ്കരിച്ച കസേരകൾ കണ്ടിട്ട് കല്യാണം ഇതിൻ്റെ അകത്ത് വെച്ചാണ് നടത്തിയെന്ന് തോന്നണത്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്നതോടുകൂടി ഞങ്ങൾക്ക് ഇടത്തെ സൈഡിൽ മുരുകൻ്റെ വിഗ്രഹം കണ്ടു തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ വിഗ്രഹമാണിത്. 43 മീറ്ററാണ് ഈ ഒരു വിഗ്രഹത്തിൻ്റെ പൊക്കം. ബാട്ടു കേവ്സ് സ്ഥിതി ചെയ്യണ മലയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് മുരുകൻ്റെ ഈ വിഗ്രഹമുള്ളത്. ഈ കാണുന്ന പ്രാവുകളുടെ കൂട്ടം സ്ഥിരമായിട്ട് ഈ പരിസരത്ത് തന്നെ ഉള്ളതാണ്. നമ്മൾ ആ പരിസരത്തേക്ക് എത്തുമ്പോൾ തന്നെ ഈറ്റങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള ഭക്ഷണം വെക്കാനായിട്ട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തും. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രസമായ കാരണം മിക്കവാറും ആളുകൾ ഇത് വാങ്ങുകയും ചെയ്യും.
ഈ മുരുകൻ്റെ വിഗ്രഹം ഇന്ത്യയിൽ നിന്നുള്ള കലാകാരന്മാരാണ് ട്ടോ ഉണ്ടാക്കിയത്. 140 അടി പൊക്കമുള്ള ഈ വിഗ്രഹം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 2 വർഷത്തോളം എടുത്തു. 350 ടൺ സ്റ്റീലും 1550 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും വെച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചേക്കുന്നത്. 2006 ജനുവരിയിലാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. സാധാരണയായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഈ പ്രതിമയുടെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുത്ത് മടങ്ങലാണ് പതിവ്. ഇത് ശരിക്കും ബാട്ടു കേവ്സിൻ്റെ എൻട്രി മാത്രമാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റെപ്പുകൾ വഴി ഈ മല കയറിക്കഴിഞ്ഞ് മേലിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ബാട്ടു കേവ് കോംപ്ലക്സ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങളെന്തായാലും മേലിൽ വരെ ഒന്ന് കയറാനായിട്ട് തീരുമാനിച്ച്. അത്ര എളുപ്പമുള്ളൊരു പരിപാടി അല്ലാട്ടോ ഇത്, പ്രത്യേകിച്ച് ഇത്രയധികം വെയിലുള്ള സമയത്ത്. 272 സ്റ്റെപ്പുകൾ കയറിയാൽ മാത്രമാണ് മലയുടെ മേലിലുള്ള ഈ കേവ്സിൻ്റെ എൻട്രിയിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഈ ബാട്ടു കേവ്സിലേക്കുള്ള സ്റ്റെപ്പെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെയിൻബോ കളേഴ്സ് അടിച്ചേ പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാമേഴ്സിൻ്റെയൊക്കെ മെയിൻ ഒരു സ്പോട്ടായി മാറിയിട്ടുണ്ട്. നല്ല രസമുള്ള സിറ്റിയുടെ വ്യൂ ആണ് നമ്മൾ മേലിലേക്ക് കയറും തോറും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. തിരിഞ്ഞ് മേലിലേക്ക് നോക്കുമ്പോഴാണ് ഞാനിപ്പോൾ നടന്ന പകുതി വഴി മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാവുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ച് സിറ്റിയിലേക്ക് അടുത്ത ട്രെയിനുള്ള കാരണം ഞങ്ങൾ കുറച്ച് സ്പീഡിലാണ് ഈ മല കയറുന്നത്. 1 മണിക്കൂറിനകത്ത് തീർത്ത് ചെല്ലൽ എളുപ്പമല്ലാന്ന് അറിയാമെങ്കിലും വെറുതെ ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. പിന്നെ നട്ടുച്ചയായതുകൊണ്ട് വെയിലിൻ്റെ ചൂടും കൂടി ഉള്ളതും കൊണ്ട് ആകെ അവശതയായി തുടങ്ങി. അങ്ങനെ ഞാൻ നടന്ന് ഗുഹയുടെ എൻട്രി പോയിന്റിലേക്ക് എത്തി. അത്യാവശ്യം വലിയൊരു ഗുഹ കോംപ്ലക്സ് ആണ് കേട്ടോ അത്. ഗുഹയുടെ മേലിൽ നിന്ന് താഴത്തേക്ക് തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീടുകൊണ്ടിരിക്കുന്ന കാരണം ഈ പരിസരം മുഴുവനും നനഞ്ഞു കിടക്കുകയാണ്. സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അണപ്പൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നേരെ ഗുഹയുടെ അകത്തേക്ക് കയറി. 1891 ഗുഹയുടെ അകത്ത് ആദ്യമായിട്ട് മുരുകൻ്റെ അമ്പലം പണിതത്. ഈ ഗുഹയുടെ അകത്തും അമ്പലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ സ്റ്റോറുകളും കച്ചവടങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഗുഹയുടെ അകത്ത് പല സ്ഥലത്തും അത്യാവശ്യം നന്നായിട്ട് തന്നെ മേലിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗുഹയുടെ നടുക്ക് കാണുന്ന അമ്പലം പണിതത് 1920 കേട്ടോ. ഈ അമ്പലം കഴിഞ്ഞ് ബാക്കിലായിട്ട് വേറൊരു നിര സ്റ്റെപ്പുകളും കൂടി കാണാനുണ്ട്. ഇവിടെയും കൂടി കയറാമെന്ന് തീരുമാനിച്ചതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ട്രെയിൻ ഇനി കിട്ടാൻ പോണില്ല എന്നുള്ളത്. ഇവിടം വരെ കയറി വന്നിട്ട് ഇതും കൂടി കാണാണ്ട് പോണത് ശരിയല്ലല്ലോ. ടൂറിസ്റ്റുകളെ കൂടാതെ കുറേയധികം ആളുകളുടെ പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഉച്ച സമയമാണെങ്കിലും അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ ഇവിടെ അമ്പലത്തിൽ. ലൈം സ്റ്റോൺ മലകളുടെ ഇടയിലാണ് ഈ ഒരു കേവ് ഉള്ളത്. ഞങ്ങൾ കയറി വന്ന വഴിയിലൊക്കെ നല്ല വെയിലായിരുന്നെങ്കിലും ഗുഹയുടെ അകത്തേക്ക് വന്നതോടുകൂടി നല്ല തണുപ്പായിട്ടുള്ള അന്തരീക്ഷമായി.
കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് അണപ്പൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാൻ പോണത്. വൈഫും കെയിനും ആദ്യം മല കയറാനായിട്ടൊന്ന് മടിച്ചൊക്കെ നിന്നേർന്നെങ്കിലും ഞാൻ കയറിപ്പോന്നതിൻ്റെ കൂട്ടത്തിൽ അവരും കൂടെ കയറിപ്പോന്നായിരുന്നു. പിന്നെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ പോലെ തന്നെ ഇവിടെ കുരങ്ങുകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഈ അടുത്തായിട്ട് പല സ്ഥലങ്ങളിലും കുരങ്ങുകൾ ഭക്ഷണത്തിന് വേണ്ടി ആളുകളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്ന വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ. ഞങ്ങൾ തിരിച്ചു കിടന്ന ബാട്ടു കേവ്സിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് KL സെൻട്രലിലേക്കുള്ള അടുത്ത ട്രെയിൻ കിട്ടി. ഇപ്പം ഞങ്ങൾ KL സെൻട്രലിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തേക്കുള്ള മോണോ റെയിലിനാണ് കയറിയിരിക്കുന്നത്. ഞങ്ങളടുത്തതായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല താഴ്ചയിലാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം വന്നത്. ഈ ഒരു എസ്കലേറ്ററിൻ്റെ ലെങ്ത്തിൽ നിന്ന് തന്നെ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ട്രെയിനിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാരണം ഇവിടെ പല റെയിൽവേ ലൈനുകളുണ്ടെങ്കിലും ഞങ്ങൾ ഈ സിസ്റ്റമായിട്ട് അത്യാവശ്യം നന്നായിട്ട് സിങ്കായി തുടങ്ങി. സെൻട്രൽ മാർക്കറ്റിൻ്റെ അതേ കോമ്പൗണ്ടിലേക്ക് തന്നെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റ് കാണിച്ചിരുന്നെങ്കിലും ഇതിനോട് ചേർന്നുള്ള ഈ കസ്തൂരി വാക്കെന്ന് പറഞ്ഞ ഏരിയ കാണിച്ചിരുന്നില്ല. കസ്തൂരി വാക്ക് ശരിക്കും സെൻട്രൽ മാർക്കറ്റിനോട് ചേർന്നുള്ളൊരു വാക്ക് ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. സെൻട്രൽ മാർക്കറ്റിനോട് ചേർന്ന് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് ഒരുക്കി വെച്ചേക്കണത്. സ്ട്രീറ്റ് ഷോപ്പുകളുടെ മോഡലിലുള്ള ഷോപ്പുകളാണ് ഈ ഒരു വാക്ക്വേയിലുള്ളത്. ഇവിടെ ഭക്ഷണത്തിന് പുറമെ പലതരത്തിലുള്ള ഡ്രസ്സുകളും വാച്ചുകളും ബാഗുകളൊക്കെ കിട്ടൂട്ടാ. സെൻട്രൽ മാർക്കറ്റിൽ നിന്നുള്ളൊരു എൻട്രി ഗേറ്റും ഇതിൻ്റെ അകത്തേക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. 2011 ഈ ഒരു സ്ട്രീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തതായിട്ട് ഞങ്ങൾ പോകാൻ പോണത് ഇവിടുത്തെ ചൈന ടൗൺ ഏരിയയിലേക്കാണ്. സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് നിസ്സാരം നടക്കാവുന്ന ദൂരമുള്ളൂ നമ്മൾ ഈ പറഞ്ഞ ചൈന ടൗൺ ഏരിയയിലേക്ക്. മെറ്റാലിംഗ് സ്ട്രീറ്റ് എന്നാണ് ഇത് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. വൈകുന്നേരം ആകുമ്പോഴാണ് ഈ സ്ട്രീറ്റ് അത്യാവശ്യം ആക്റ്റീവ് ആവണമെങ്കിലും വൈകുന്നേരം ഞങ്ങൾക്ക് വേറെ പരിപാടികളുള്ളതും കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത്. പിന്നെ കാര്യമായിട്ടൊന്നും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനില്ല താനും. ഭക്ഷണങ്ങളുടെയും ഡ്രസ്സുകളുടെയും ബാഗുകളുടെയും സോവനിയറുകളുടെയും വാച്ചുകളുടെയും ഒക്കെ കടകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു സ്ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. പിന്നെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് വേണമായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട്. പിന്നെ വൈകുന്നേരം ആവണതോടുകൂടി പല റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റുകളിലേക്ക് ടേബിളെല്ലാം നിരത്തിയിട്ടിട്ട് അവിടെ ബിയറും അതുപോലെ തന്നെ ഫുഡെല്ലാം സെർവ് ചെയ്യണ പരിപാടിയും കൂടി തുടങ്ങും. പല സാധനങ്ങളും ഇവിടുത്തെ കച്ചവടക്കാർ 2-3 ഇരട്ടി വിലയൊക്കെയാണ് പറയാറ്.
ഈ പെറ്റാലിംഗ് സ്ട്രീറ്റിൽ നിന്ന് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള വിലയൊന്ന് അന്വേഷിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും നോർമൽ ഷോപ്സൊക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് ഇവിടെ കച്ചവടം നടക്കുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. മെയിനായിട്ട് ടൂറിസ്റ്റുകളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു മാർക്കറ്റാണിത്. ഈ സ്ട്രീറ്റ് തുടങ്ങുന്ന സ്ഥലത്ത് അത്യാവശ്യം വീതി ഇട്ടിട്ടാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇടുന്നേർന്നെങ്കിൽ ഈ പരിസരത്തേക്ക് വന്നതോടുകൂടി ഒട്ടും വീതിയില്ലാത്ത അവസ്ഥയിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ് അവർ. ഞങ്ങളിവിടെ തൽക്കാലം കാഴ്ചക്കാരായിട്ടാണ് വന്നേക്കുന്നത്.